പള്ളിയും പരിസരവും തോമസ് ജേക്കബിന്റെ വീടും മെർലിന്റെ വീടും നമ്മുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം. വിവാഹം നടക്കുന്ന സമയത്തും അവരുടെ വീടുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാൻ ഏർപ്പാടുണ്ടാക്കണം. മെസ്സേജ് വന്നാൽ കളക്ട് ചെയ്യാൻ. പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം, ഏതെങ്കിലും സാഹചര്യത്തിൽ രമേശിനെ കണ്ടുമുട്ടിയാൽ കളക്ടർ ഓർഡറുണ്ട്, വെടിവെച്ചു കൊല്ലാൻ. ഷൂട്ട് അറ്റ് സൈറ്റ്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഹലോ. എന്തൊക്കെയോ ചെയ്യണമെന്ന് കരുതി, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രമേശ് തോൽക്കുകയാണ്. തോൽവിക്ക് മുമ്പുള്ള അവസാനത്തെ പരിശ്രമമാണ് ജയത്തിന് വേണ്ടി. ഞാനിവിടെ പോർട്ട് ഏരിയയിലെ മറൈൻ ഹൗസിലുണ്ട്. മറൈൻ ഹൗസിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് മെർലിനും തോമസ് ജേക്കബും ഇവിടെ വന്നാൽ മരണങ്ങൾ പലതും ഒഴിവാകും. വിവാഹം കഴിഞ്ഞാലും അവരിവിടെ വന്നേ പറ്റൂ, അനുമോളെ കൊണ്ടുപോകാൻ. അപ്പോൾ അവരെ കൊന്നിട്ട് ഞാനും ചാവും. ജയം എന്റേത്. അവര് വന്നില്ലെങ്കിൽ അനുമോളും ഞാനും ചാവും. മെർലിനും തോമസ് ജേക്കബും ജീവിക്കും. ജയം അവരുടേത്. ഇപ്പോൾ സമയം 4:30 മണി. 7:30 മണി വരെ ഞാൻ കാത്തിരിക്കും. കൃത്യം 7:30 വരെ മാത്രം. ഇനിയുള്ള തീരുമാനങ്ങൾ അവരുടേതാണ്. ഹലോ ഹലോ. എപ്പോഴാ പോണത്? എപ്പോഴാ പോണത്? പോവാം പോവാം. അങ്കിൾ, മമ്മിയും മെർലിൻ ആന്റി എപ്പോഴാ വരിക? വരും വരും. ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക.
എന്താ സാർ? എന്താണ് സാർ കാര്യം? പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റിയ കാര്യമല്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും പറ്റിയ കാര്യമല്ല. എന്താണ് സാർ? എന്താണെന്നൊന്ന് പറയണം സാർ, പ്ലീസ്. ഞാൻ പറയാം. നല്ലൊരു കഥ പറയാം. തുടങ്ങിയാൽ ഒടുങ്ങാത്ത കഥ പറയട്ടെ. പണ്ട് പണ്ട് ദേ ഈ പട്ടം കണ്ടിട്ടുണ്ടോ? തീ കൊണ്ടുള്ള പട്ടം, തീപ്പട്ടം. 10,000 തീപ്പട്ടങ്ങൾ ആകാശം നിറയെ പാറിപ്പറന്നു. അപ്പോ ചൂടുകൊണ്ട് കടലായ കടലുകളെല്ലാം വറ്റി വരണ്ടു. അങ്ങനെ വറ്റി വരണ്ട സ്വപ്നക്കടലിന്റെ അടിത്തട്ടിൽ ഒരു ഭയങ്കര രാക്ഷസൻ പൊന്തി വന്നു. എങ്ങനെയുള്ള രാക്ഷസൻ? തീ മുടിയുള്ള രാക്ഷസൻ, തീ കണ്ണുകളുള്ള രാക്ഷസൻ. ദേ നോക്കിക്കേ, 5 മണി, കൃത്യം 7:30 മണിയാവുമ്പോ ആ രാക്ഷസൻ എന്നെ അനുമോളയും കൊണ്ട് പറക്കും. പറന്ന് 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 ഒരു കോട്ടയ്ക്കകത്ത് കയറും. ചെന്നവരാരും തിരിച്ചു വന്നിട്ടില്ലാത്തൊരു കോട്ടയ്ക്കകത്ത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോണം. എന്റെ മോളുടെ അടുത്തേക്ക് എനിക്ക് പോണം. എന്റെ മോളോടുണ്ട്, എന്റെ അനുമോളോടുണ്ട് പറയാൻ. ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. സാർ, ഞാൻ പോകാം അയാളുടെ അടുത്ത്. എന്നെ കൊല്ലണെ കൊന്നോട്ട്. പക്ഷെ അനുമോള് എന്ത് വില കൊടുത്ത് മനുമോളെ രക്ഷിക്കണം. ഞങ്ങൾ പോവാം. ഉണ്ടാകുന്ന എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുട്ടി എവിടെയാണെന്ന് പറയൂ, ഞങ്ങൾക്ക് പോണം. പറയാൻ പറ്റില്ല മിസ്റ്റർ തോമസ് ജേക്കബ്. എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ കേട്ടില്ലല്ലോ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ ബാബുമോഹൻ. കുട്ടി എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് അവിടെ പോണം. പറയടോ, കുട്ടി എവിടെയുണ്ട്? പറയാൻ പറ്റില്ല. ആർക്കും അവിടെ പോകാനും പറ്റില്ല. മുഴുഭ്രാന്ത് ഇളകി നിൽക്കുന്ന ഒരുത്തൻ ഒരുക്കി വെച്ചിരിക്കുന്ന കൊലക്കളത്തിലേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞുവിടും? എന്റെ അനുവാദമില്ലാതെ ആർക്കും അവിടെ പോകാൻ പറ്റില്ല. ദാറ്റ് മീൻസ് യു ആൾ ആർ അണ്ടർ അറസ്റ്റ്. സർ, പ്ലീസ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു നോക്കാം രമേശിനോട്. ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും. നമുക്ക് ആലോചിക്കാം. സമാധാനമായിട്ട് നമുക്ക് ആലോചിക്കാം. രാത്രി 7:30 മണി വരെ സമയമുണ്ട്. ലെറ്റ് ഗോഡ് ബ്ലെസ് us all. മിസ്റ്റർ രമേശ്, പുറത്തേക്ക് വരണം. ഞങ്ങൾക്ക് രമേശിനോട് യാതൊരു പരാതിയുമില്ല. ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. പ്ലീസ് കം ഔട്ട്. മിസ്റ്റർ രമേശ്, മെർലിൻ വരും, തോമസ് ജേക്കബും വരും. അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഞങ്ങൾ അകത്തേക്ക് വരികയാണ്. കൊല്ലും, ഞാൻ സകലവരെയും കൊല്ലും. ഒരുത്തനും അകത്തേക്ക് വരാൻ പാടില്ല. ഒരുത്തനുമായി എനിക്ക് സംസാരിക്കുകയും വേണ്ട. എനിക്ക് വേണ്ടത് അവരെ മാത്രം, അവരെ 2 പേരെ മാത്രം. വേറെ ഒരുത്തരെ എനിക്ക് കാണണ്ട. 7:30 മണി. 7:30 മണിക്ക് ഒരുപാട് മണിക്കൂറുകളുണ്ട്. വരട്ടെ, ദമ്പതിമാര് വന്നോട്ടെ. അവനെ പ്രകോപിപ്പിക്കരുത്. ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപേക്ഷിക്കുക മാത്രം. യെസ് സർ.